ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 19-ാം അധ്യായം. മൈത്രേയ ഉവാച. അവതാര്യ വിരിഞ്ജസ്യ നിർവളീകാമൃതം വചഃ പ്രഹസ്യ പ്രേമഗർഭേണ തദപാങ്കേന സോഗ്രഹീത്. മൈത്രേയൻ പറഞ്ഞു, സത്യവും ഭക്തിരസം നിറഞ്ഞിരിക്കുന്നതുമാകയാൽ ഭഗവാന് പ്രിയത്തെ ജനിപ്പിക്കുന്നതും അമൃതപ്രായവുമായ ബ്രഹ്മവചനസാരത്തെ നന്നായി ധരിച്ചിട്ട് ആ വരാഹമൂർത്തി കാലസ്വരൂപനായ തന്നോട് ശുഭമുഹൂർത്തം ഉപദേശിച്ചിരിക്കുന്നതിനെ ഓർത്തൊന്ന് ചിരിച്ചുകൊണ്ട് പ്രേമസൂചകമായ കടക്കൺ നോട്ടത്താൽ ആ വാക്യത്തെ അംഗീകരിച്ചു. അനന്തരം ലേശവും ഭയം കൂടാതെ തൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ആ ശത്രുവിനെ ബ്രഹ്മാവിൻ്റെ നാസാന്തർഭാഗത്തിൽ നിന്നുണ്ടായ ആ വരാഹമൂർത്തി ചാടിയിട്ട് ഗദ കൊണ്ട് കവിൾത്തടത്തിനു താഴെയുള്ള സ്ഥാനത്തിലടിച്ചു. ഭഗവാൻ ഉപയോഗിച്ചതായ ആ ഗദയെ ആ അസുരൻ സ്വഗത കൊണ്ട് തടുത്തടിച്ചപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഭൂമിയിൽ വീണതായ ഗദ വട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ കിടന്നു വിളങ്ങി. ഇത് കണ്ടു നിന്നവർക്ക് ആശ്ചര്യമായി തോന്നി. ഗദ കയ്യിൽ നിന്ന് വീണപ്പോൾ പ്രഹരിപ്പാൻ നല്ല തക്കം കിട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ആയുധമില്ലാതെ നിൽക്കുന്നവനോട് എതിർത്തുകൂടാ എന്നുള്ള യുദ്ധധർമ്മവാക്യത്തെ ബഹുമാനിച്ചുകൊണ്ട് ഭഗവാന്റെ ദേഹത്തിൽ പ്രഹരിച്ചില്ല. ദുർവാക്കുകൾ പറഞ്ഞ് ഭഗവാന് കോപം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഭഗവാന്റെ കരകമലത്തിൽ നിന്ന് ഗദ ചുവട്ടിൽ വീണതിനെ കണ്ടുനിന്നിരുന്ന ബ്രഹ്മാദിദേവന്മാരുടെ ഭയസൂചകമായ ഹാഹാ ശബ്ദം പുറപ്പെട്ടു. എല്ലാറ്റിനും ഭഗവാൻ സമർത്ഥനാണെങ്കിലും നിരായുധനെ എതിർക്കുകയില്ലെന്നുള്ള ദൈത്യധർമ്മത്തെ കണ്ടിട്ട് ബഹുമാനിക്കുകയും ഉടനെ സ്മരണമാത്രത്താൽ സമീപത്തെത്തിയ സുദർശന ചക്രമെടുത്ത് പിടിക്കുകയും ചെയ്തു. സുദർശന ചക്രം അസുരനെ വധിപ്പാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ ആജ്ഞ സിദ്ധിക്കാത്തതിനാൽ വ്യാകുലഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ദൈത്യാധമനാണെങ്കിലും ഇവൻ സ്വഭക്ത മുഖ്യനായതുകൊണ്ട് അവനിലുള്ള വാത്സല്യാതിശയത്താൽ യുദ്ധകേളി ചെയ്തുകൊണ്ട് ഭഗവാൻ ആനന്ദിക്കുന്നു. ആ സമയത്തിൽ ഭഗവാന്റെ മഹിമയെ തികച്ചും അറിയാതിരിക്കുന്ന ആകാശസഞ്ചാരികളായ ദേവാദികൾ, ഹേ ഭഗവൻ, അങ്ങയ്ക്ക് സ്വസ്തി ഭവിക്കട്ടെ, ഉടനെ ഇവനെ ഹനിക്കേണമേ എന്നിങ്ങനെയുള്ള ബഹുവിധ വാക്കുകളെ പുറപ്പെടുവിച്ചു. സുദർശന ചക്രം കയ്യിൽ പിടിച്ചു മുമ്പിൽ നിൽക്കുന്ന ഭഗവാനെ ഹിരണ്യാക്ഷൻ കണ്ടു. യുദ്ധത്തിൽ ക്ഷീണം അല്പവും ഉണ്ടായിട്ടില്ലെന്ന് വിളിച്ചു പറയുന്ന മട്ടിൽ താമരദളം പോലെ വിളങ്ങുന്ന ഭഗവാന്റെ നേത്രത്തെ നല്ലവണ്ണം നോക്കിയപ്പോൾ കോപം ഉജ്ജ്വലിച്ചു, സർവേന്ദ്രിയങ്ങളിലും വ്യാപിച്ചു. അത് നിമിത്തം ദീർഘശ്വാസങ്ങൾ അടിക്കടി പുറപ്പെട്ടു. ഓഷ്ടം അമർത്തിക്കടിച്ചു. ഭയങ്കര ദംഷ്ട്രകളോടുകൂടിയ അസുരൻ കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കുന്ന വിധത്തിൽ നല്ലവണ്ണം നേർക്കുനോക്കി അതിവേഗത്തിൽ സമീപത്തേക്ക് പാഞ്ഞു വന്ന ശേഷം, ഇതാ നീ ഹതനായി എന്നു പറഞ്ഞ് ഗദ കൊണ്ട് ശ്രീഹരിയെ അടിച്ചു. ഹേ സാധോ, യത്നസൂകരമൂർത്തിയായ ഭഗവാൻ വായുവേഗത്തിൽ നേർക്കുവരുന്ന ആ ഗദയെ ശത്രു കണ്ടു നിൽക്കെ പ്രയാസം അല്പവും ഇല്ലാതെ ഇടത്തുകാൽ കൊണ്ട് തടുത്തു ഭൂമിയിൽ വീഴ്ത്തി. ആയുധം എടുത്തുകൊള്ളുക, ജയിക്കണമെന്നാണല്ലോ നിന്റെ ഇച്ഛ, ശ്രമിച്ചുകൊള്ളുക എന്നിങ്ങനെ ഭഗവാൻ പറയുകയും ചെയ്തു. അപ്പോൾ രണ്ടാമതും ആ ഗദയെ എടുത്ത് അടിച്ചു ഉച്ചത്തിൽ അലറി. നേരിട്ട് വന്ന ആ ഗദയെ നോക്കിക്കണ്ട് ഭഗവാൻ ഉറച്ചു നിന്നു. അടുത്തു വന്നപ്പോൾ ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ ആ ഗദയെ അനായാസേന കൈകൊണ്ടു പിടിച്ചു. തൻ്റെ പൗരുഷത്തിന് ഉടവു തട്ടിയപ്പോൾ ഗർവം നശിച്ചു, പ്രഭ കുറഞ്ഞു. ഭഗവാൻ ഗദയെ വീണ്ടും കൊടുത്തു. എങ്കിലും മഹാനായ ആ അസുരൻ അതിനെ സ്വീകരിച്ചില്ല. കത്തിജ്വലിക്കുന്ന അഗ്നി എന്ന പോലെ ശത്രുസംഹാരത്തിന് സമർത്ഥമായിരിക്കുന്ന തൃശൂലമെടുത്ത് വരാഹമൂർത്തിയുടെ നേർക്ക്, ബ്രാഹ്മണൻ്റെ നേർക്ക് ആഭിചാരപ്രയോഗം ചെയ്യും പോലെ അയച്ചു. വേദജ്ഞനായ ബ്രാഹ്മണനെക്കുറിച്ച് ആഭിചാര്യം ചെയ്യുന്നവൻ തന്നെ നശിക്കുന്നതല്ലാതെ ബ്രാഹ്മണന് നാശമുണ്ടാകുകയില്ല. അതുപോലെയാണ് ഭഗവാന്റെ നേർക്ക് ശൂലം പ്രയോഗിച്ച അസുരാധിപൻ ഉണ്ടാവാനിരിക്കുന്ന ബലം. അസുരഭടന്മാരുടെ സംഘത്തിൽ വെച്ച് വീരനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ അതിശക്തിയോടുകൂടെ ഉപയോഗിച്ചതും ആകാശമധ്യത്തിൽ വ്യാപിച്ചിരിക്കുന്ന തേജസ്സോടുകൂടി വിളങ്ങുന്നതുമായ തൃശൂലത്തെ ഭഗവാൻ മൂർച്ചയേറിയ ചക്രം കൊണ്ട് ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ഗരുഡൻ്റെ ചിറകിലെ ഒരു തൂവലിനെ എന്ന പോലെ മുറിച്ചു. ഒരു തൂവൽ മുറിപ്പാൻ വജ്രത്തിന് എത്ര എളുപ്പമോ അത്ര എളുപ്പത്തിൽ ചക്രായുധം തൃശൂലത്തെ മുറിച്ചു.
പണ്ടു ദേവന്മാരെ ജയിച്ച് അമൃതകലശം കൊണ്ടുവരുന്ന ഗരുഡൻ്റെ നേർക്ക് ഇന്ദ്രൻ പ്രയോഗിച്ച വജ്രായുധത്തെ ബഹുമാനിപ്പാൻ വേണ്ടി ഗരുഡൻ ചിറകിൽ നിന്നെടുത്ത ഒരു തൂവലിട്ടുകൊടുത്തു. അതിനെ വജ്രായുധം മുറിച്ചു എന്നുള്ള കഥയെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ ശൂലം ശ്രീഹരിയാൽ ചക്രം കൊണ്ട് മുറിക്കപ്പെട്ടപ്പോൾ ഭഗവാന്റെ നേർക്ക് ഓടിയെത്തിയ ആ അസുരൻ കഠോരമായ മുഷ്ടി കൊണ്ട് മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമായ വിസ്തീർണ മാറിടത്തിൽ അതിക്രോധത്തോടുകൂടെ പ്രഹരിച്ച് അട്ടഹസിച്ച ശേഷം മറഞ്ഞു. ഹേ വിതുര, ഇപ്രകാരം അവനാൽ താടിക്കപ്പെട്ട ആദിസൂകരമൂർത്തിയായ ഭഗവാൻ പൂമാല കൊണ്ടടിക്കപ്പെട്ട ആനയെന്ന പോലെ അല്പവും ചലിച്ചില്ല. മറഞ്ഞതിൽ പിന്നെ അസുരൻ യോഗമായയുടെ നാഥനായ ശ്രീഹരിയിൽ അനേകവിധത്തിൽ മായയെ പ്രയോഗിച്ചു. അതു കണ്ടു നിന്നവർ ഈ ലോകം നശിക്കാറായിരിക്കുന്നുവെന്ന് വിചാരിച്ചുപോയി. അത്ര കഠോരമായിരുന്നു അസുരമായാപ്രഭാവം. വായു കഠിനമായി വീശി പൊടി പൊങ്ങിയതിനാൽ അന്ധകാരം വ്യാപിച്ചു. കവണ കൊണ്ടെറിയുന്ന മട്ടിൽ ദിക്കുകളിൽ നിന്ന് കല്ലുകൾ വീണു തുടങ്ങി. ഇടിയും മിന്നലും കലർന്നിരിക്കുന്ന മേഘങ്ങൾ ആകാശത്തിൽ വ്യാപരിച്ചിരിക്കുന്നതിനാൽ നക്ഷത്രപ്രകാശമില്ലാതെയായി. ദുർഗന്ധമുള്ള രക്തം, മലം, മൂത്രം, അസ്ഥി, തല, രോമം മുതലായവ ഇടവിടാതെ വർഷിച്ചിരുന്നു. ഹേ അനഘ, പർവ്വതങ്ങൾ നാനാവിധങ്ങളായ ആയുധങ്ങളെ പ്രയോഗിക്കുന്നതായി കാണപ്പെട്ടു. തലക്കെട്ടഴിഞ്ഞും ശൂലാദ്യായുധങ്ങളെ ധരിച്ചുമിരിക്കുന്ന നഗ്ന രാക്ഷസ സ്ത്രീകളെ കാണാറായി. ഹിംസ സ്വഭാവമുള്ളവരും ആന, തേർ, കാലാൾ പടകളോടുകൂടിയവരുമായ യക്ഷസ്സുകളും രക്ഷസുകളും സംഘമായി പുറപ്പെട്ടതായി കാണപ്പെടുകയും അവർ പറയുന്ന അതിക്രൂരവാക്കുകൾ കേൾക്കപ്പെടുകയും ചെയ്തു. ഇപ്രകാരം ഉത്ഭവിച്ചതായ ആസുരി മായകളെ നശിപ്പിക്കുവാൻ ഭഗവാനായ യത്നമൂർത്തി തൻ്റെ പ്രേമപാത്രമായ സുദർശനത്തെ പ്രയോഗിച്ചു. അപ്പോൾ എതിർച്ചയാ ദിതിയുടെ മനസ്സിൽ ഭർത്താവായ കശ്യപൻ നിന്റെ പുത്രനെ ഭഗവാൻ അവതരിച്ചിട്ട് വധിക്കും എന്ന് മുമ്പ് പറഞ്ഞിരുന്നത് ഓർമ്മ വന്നു. അപ്പോൾ ഹൃദയത്തിൽ ചലനമുണ്ടായി. സ്തനത്തിൽ നിന്ന് രക്തം പ്രസരിച്ചു. താൻ പ്രയോഗിച്ച മായകൾ നശിച്ചതായി കണ്ടപ്പോൾ വീണ്ടും ഭഗവാന്റെ സമീപത്തിൽ ഓടിയെത്തിയിട്ട് കോപത്തോടുകൂടെ ഭഗവാനെ മാറോട് ചേർത്ത് അമർത്തിയെങ്കിലും ഭഗവാൻ കൈകളിൽ നിന്നും കുതറി പുറമേ വന്നു നിൽക്കുന്നത് കണ്ടു. വജ്രം പോലെ ബലമേറിയ മുഷ്ടികൾ കൊണ്ടിടിക്കുന്ന അവനെ ഭഗവാൻ വൃത്രാസുരനെ ഇന്ദ്രൻ എന്ന പോലെ കൈകൊണ്ട് കർണമൂലത്തിലടിച്ചു. ലോകത്തെ മുഴുവനും ജയിച്ചിരിക്കുന്ന ഭഗവാൻ ലീലയോടുകൂടെ ചെയ്ത താടനമേറ്റിട്ട് വട്ടം ചുറ്റിത്തിരിഞ്ഞ അസുരൻ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ച് കൈകാൽ, തലമുടി മുതലായ ഭാഗങ്ങൾ ചിന്നിച്ചിതറി കൊടുങ്കാറ്റിൽ വേരോടുകൂടെ പുഴങ്ങിയ മരമെന്ന പോലെ ഭൂമിയിൽ വീണു. ഭയങ്കര ദംഷ്ട്രകളോട് കൂടിയവനും ഓഷ്ടത്തെ ബലമായി അമർത്തി കടിച്ചിരിക്കുന്നവനുമായ അസുരൻ ഭൂമിയിൽ വീണുകിടക്കുമ്പോഴും ഭഗവാന്റെ കരസ്പർശനത്തിൽ നിന്ന് സിദ്ധിച്ചതായ തേജസ് അവനിൽ വിളങ്ങുന്നതിനെ കണ്ടറിഞ്ഞ ബ്രഹ്മാദി ദേവന്മാർ ആശ്ചര്യം, ഇപ്രകാരമുള്ള മരണം ആർക്കു ലഭിപ്പാൻ സാധിക്കും എന്നു പറഞ്ഞ് സ്തുതിച്ചു. അഭിമാനരൂപമായ ലിംഗശരീരത്തിൽ നിന്ന് മോചിപ്പാനുള്ള ആഗ്രഹത്താൽ അഷ്ടാംഗയോഗം ശീലിച്ചിരിക്കുന്ന യോഗികൾ യാതൊരുവനെ സമാധിയിൽ ധ്യാനിക്കുന്നുവോ ആ ദേവൻ്റെ പാദം കൊണ്ടുള്ള അടിയേറ്റു മുഖം ദർശിച്ചുകൊണ്ട് ദേഹമുപേക്ഷിച്ചതായ അസുരാധിപൻ്റെ ഭാഗ്യം എന്തൊരാശ്ചര്യം! വരാഹത്തിൻ്റെ മുൻകാലുകളാണല്ലോ കൈകൾ. അതിനാൽ ആദ്യം കരം കൊണ്ടടിച്ചുവെന്നും ഇവിടെ കാൽ കൊണ്ടടിച്ചുവെന്നും പറഞ്ഞിരിക്കുന്നതിൽ പരസ്പരം വിരോധമില്ല. ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഭഗവാന്റെ പാർഷദന്മാരായിരുന്ന ജയവിജയന്മാരാകുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗ്യം അവർക്ക് ലഭിച്ചത്. ബ്രാഹ്മണ ശാപം നിമിത്തം അസുരയോനിയിൽ വന്നു പിറന്നു. ഇനി അല്പജന്മങ്ങൾ കൊണ്ട് അവർക്ക് ഭഗവാന്റെ സന്നിധിയിൽ തന്നെ മുമ്പത്തെ സ്ഥാനം ലഭിക്കും. ദേവ ഊജു. നമോ നമസ്തേ അഖിലയത്നതന്തവേ സ്ഥിതൗ ഗൃഹീതാമലസത്വമൂർത്തയേ ദിഷ്ട്യാഹദോയം ജഗദാമരുന്ധതം സ്തോത്പാദഭക്ത്യ വയമീശ നിർവൃതാഹ. ദേവന്മാർ പറഞ്ഞു, സകല യാഗങ്ങളെയും നിർവിഘ്നം പ്രവർത്തിപ്പിക്കുന്നവനും ലോകസംരക്ഷയ്ക്കു വേണ്ടി രജസമ്പർക്കം ലേശവും ഇല്ലാതിരിക്കുന്ന സത്വഗുണത്തെ ആശ്രയിച്ച് അവതരിച്ചവനുമായ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്കാരം. ലോകങ്ങളുടെ മർമ്മങ്ങളെ തുളയ്ക്കുന്ന ഈ അസുരൻ അവൻ്റെ കർമ്മത്താൽ ഹനിക്കപ്പെട്ടു. ഹേ ഈശ്വര, ഞങ്ങൾ അങ്ങയെ ഭജിച്ചതിനാൽ ശത്രുഭയം തീർന്നു സുഖമുള്ളവരായി ഭവിച്ചു. നാശത്തിനും ഉത്കർഷത്തിനും അവരവർ തന്നെ ഹേതുഭൂതന്മാർ. ഈശ്വരൻ ആരെയും ഹനിക്കുന്നില്ല. മൈത്രേയ ഉവാച.
ഏവം ഹിരണ്യാക്ഷമസഹ്യവിക്രമം സസാദയിത്വാ ഹരിരാതിസൂകരഃ ജഗാമലോകം സമഖണ്ഡിതോത്സവം സമീഡിതപുഷ്കരവിഷ്ടരാദിഭിഃ. മൈത്രേയർ പറഞ്ഞു, ഇപ്രകാരം അസഹ്യ പരാക്രമശാലിയായ ഹിരണ്യാക്ഷനെ വധിച്ച ശേഷം ആദിവരാഹമൂർത്തിയായ ഭഗവാൻ നിത്യാനന്ദ മഹോത്സവ പരിപൂർണമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. അപ്പോൾ ബ്രഹ്മാവ് മുതലായ ദേവന്മാർ ഭഗവാനെക്കുറിച്ച് സ്തോത്രം ചെയ്തു. മയാ യഥാനൂക്തമവാദിതേ ഹരേഃ കൃതാവതാരസ്യ സുമിത്രചേഷ്ടിതം യഥാ ഹിരണ്യാക്ഷ ഉദാരവിക്രമോ മഹാമൃതേ ക്രീഡനവന്നിരാകൃതഃ. ഹേ പരമബന്ധുവായ വിതുര, വരാഹസ്വരൂപത്തെ അംഗീകരിച്ചവതരിച്ച ഭഗവാൻ ശ്രീഹരിയുടെ അവതാര പ്രയോജനത്തെ നിർവഹിച്ചതായ വ്യാപാരം എൻ്റെ ഗുരു എനിക്കുപദേശിച്ചതിനെ അനുസരിച്ച് ഞാൻ അങ്ങയോടും പറഞ്ഞുവെന്ന് മൈത്രേയർ പറഞ്ഞു. മഹാപരാക്രമിയായ ഹിരണ്യാക്ഷനോട് കൂടി ഉണ്ടായ ആ വമ്പിച്ച യുദ്ധത്തിൽ കുട്ടികൾക്ക് കളിപ്പാനുണ്ടാക്കിയ കളിക്കോപ്പിനെ എന്ന പോലെ ഭഗവാൻ ലീലയായിട്ട് അവനെ സംഹരിച്ച് ലോകോപദ്രവത്തെ നീക്കം ചെയ്തു. സൂത ഉവാച ഇതി കൗഷാരവാക്യാതമാശ്രുത്യ ഭഗവത്കഥാം ക്ഷത്താനന്ദം പരം ലേബേ മഹാഭാഗവതോ ദ്വിജ. സൂതൻ ശൗനകനോട് പറഞ്ഞു, ഹേ ദ്വിജ, ശൗനക, മൈത്രേയർ ഇപ്രകാരം പറഞ്ഞ ഭഗവത്കഥ കേട്ടിട്ട് മഹാഭക്തനായ വിതുരർ പരമാനന്ദത്തെ പ്രാപിച്ചു. വിതുരർ ഭക്തനായതുകൊണ്ടാണ് ആനന്ദിച്ചത്. അങ്ങയും ഭക്തനായതുകൊണ്ടു തന്നെ ഞാൻ പറഞ്ഞതും അന്യേഷാം പുണ്യശ്ലോകാനാം ഉദ്ദാമയശസാം സദാം ഉപസൃത്യ ഭവേന്മോദഃ ശ്രീവത്സാംഗസ്യ കിം പുനഃ. മഹാകീർത്തിയോടുകൂടിയ അന്യഭക്തജനങ്ങളുടെ ചരിത്രം കേൾക്കുന്നതുകൊണ്ട് തന്നെ സന്തോഷം ജനിക്കുക പതിവാണല്ലോ. അങ്ങനെയിരിക്കെ ഭക്തവത്സലനായ ശ്രീഹരിയുടെ കഥ കേൾക്കുമ്പോൾ ആനന്ദിക്കാതിരിക്കുമോ? യോഗജേന്ദ്രം ജഷഗ്രസ്തം ധ്യായന്തം ചരണാംബുജം ക്രോശന്തീനാം കരേണൂനാം കൃച്ഛ്രതോ മോചയദ്രുതം. പിടിയാനകൾ ചുറ്റും നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കെ ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിച്ചു നിൽക്കുന്ന കരീന്ദ്രനെ മുതലയുടെ കടിനിമിത്തം അനുഭവിക്കുന്ന സങ്കടത്തിൽ നിന്ന് അതിവേഗത്തിൽ യാതൊരുവൻ മോചിപ്പിച്ചുവോ? നിഷ്കപടമായി ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരാൽ പ്രയാസം കൂടാതെ ആരാധിപ്പാൻ സാധിക്കുന്നവനും വിഷയാഗ്രഹം നിമിത്തം സംസാര സുഖദുഃഖാദികളിൽ മനസ്സിരുത്തി ഇരിക്കുന്നവരാൽ പൂജിക്കപ്പെടുവാൻ സാധിക്കാത്തവനുമായ ആ ശ്രീഹരി ചെയ്തിരിക്കുന്ന പരോപകാരത്തെ അറിയുന്ന ഏതൊരുവൻ ആ ഭഗവാനെ ആരാധിക്കാതിരിക്കും? കൃതജ്ഞനായവൻ നിശ്ചയമായിട്ടും ആരാധിക്കും. യോ വൈ ഹിരണ്യാക്ഷവദം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മനഃ ശൃണോതി ഗായത്യനുമോദതേഞ്ജസ വിമുച്യതേ ബ്രഹ്മവദാദഭിദ്യുജാഃ. ഭൂമിയെ ഉദ്ധരിക്കുവാൻ വരാഹമൂർത്തിയായ ഭഗവാൻ ലീലയായിട്ട് നടത്തിയ ഹിരണ്യാക്ഷ വധരൂപമായ അത്ഭുത കഥയെ ആര് കേൾക്കുന്നുവോ, ആര് കീർത്തിക്കുന്നുവോ, ആര് ആ ഗാനശ്രവണാദികളെ അനുമോദിക്കുന്നുവോ അവരും മഹാപാതകങ്ങളിൽ നിന്ന് ഹേ ദ്വിജന്മാരെ വിമുക്തന്മാരായി ഭവിക്കും. ഉപപാതകങ്ങൾ നശിക്കുമെന്ന് പറയേണ്ടതില്ല എന്നു സാരം. ഏതന്മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷാം പ്രാണേന്ദ്രിയാണാം യുതിശൗര്യവർദ്ധനം നാരായണോന്തേ ഗതിരംഗശൃണ്വതാം. പുണ്യത്തെ ഏറ്റവും അഭിവൃദ്ധിപ്പെടുത്തുന്നതും പരിശുദ്ധി നൽകുന്നതും ധന്യവും യശസ്സിനെ ജനിപ്പിക്കുന്നവനും ആയുർവിദ്യയെയും അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് പ്രാണേന്ദ്രിയങ്ങൾക്ക് ബലത്തെയും ശൗര്യത്തെയും അധികരിപ്പിക്കുന്നതുമായ ഇതിനെ കേൾക്കുന്നവർക്ക് മരണാനന്തരം ശ്രീനാരായണനോടുകൂടെ ചേരുവാൻ സാധിക്കുന്നതുമാകുന്നു. 19-ാം അധ്യായം സമാപിച്ചു. 20-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.